OSI റെഫറൻസ് മോഡൽ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, അതായത് ഫ്രം സെൻഡർ ടു റിസീവർ നമുക്കൊരു ഡേറ്റ പാസ് ചെയ്യണം. അത് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മെത്തേഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെറ്റ് ഓഫ് റൂൾസ്, കോഡ് ഓഫ് കോണ്ടാക്ട്. അതിനകത്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ്. സെൻഡറിൽ നിന്ന് ഒരു ഡേറ്റ റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നു, റിസീവറിൽ നിന്ന് അതിന്റെ അക്നോളജ്മെന്റ് തിരിച്ച് സെൻഡറിലേക്ക് റിസീവ് ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സിന്റെ ഇടയ്ക്ക് വാട്ട് ഓൾ മാറ്റേഴ്സ് ആർ ക്യാരിഡ് ഔട്ട്, അതിന്റെ ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനാണ് OSI റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത്. OSI റെഫറൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദി മോഡൽ we have used for the data communication in computer communication networks. Okay, അതുപോലെ തന്നെ വേറൊരു മോഡലാണ് TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, TCP/IP മോഡൽ. ഇൻ ദ കേസ് ഓഫ് OSI റെഫറൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ ബേസ് മോഡലാണ്, ഫസ്റ്റ് മോഡലാണ്, ആദ്യത്തെ മോഡലാണ്. ഇപ്പൊ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രോട്ടോകോൾസ് ബേസ്ഡ് ആയിട്ടുള്ള TCP/IP മോഡലാണ് യൂസ് ചെയ്യുന്നത്. OSI റെഫറൻസ് മോഡലിന് 7 ലേയേഴ്സ് ആണുള്ളത്. ഈ ഡേറ്റ മുഴുവൻ 7 ലേയേഴ്സിൽ കൂടി പാസ് ചെയ്താണ് ചാനലിൽ കൂടെ റിസീവർ എൻഡിലോട്ട് പോകുന്നത്. റിസീവർ എൻഡിലും ഇതേ പ്രോസസ്സ് റിവേഴ്സ് ആയിട്ട് നടന്നിട്ടാണ് നമുക്ക് റിസീവർ എൻഡിൽ നമുക്ക് ഡേറ്റ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ ഡേറ്റ നമ്മളൊരു പ്യുവർ ഡേറ്റ, ഹലോ, ഹായ്, ഹൗ ആർ യു, വെൽക്കം എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഡേറ്റ ഫ്രം സെൻഡിങ് ടു സെൻഡർ ടു റിസീവർ. ഈ ഹലോ അല്ല വെൽക്കം എന്ന് പറഞ്ഞ ഡേറ്റയുടെ കൂട്ടത്തില് നമ്മൾ ഓരോ ലെയറിൽ കൂടെ ഈ ഡേറ്റ പാസ് ചെയ്യുമ്പം ഓരോ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഓരോ ട്രാൻസ്ഫോർമേഷൻ ഉദ്ദേശിക്കുന്ന ബേസിക് ഡേറ്റ മാറത്തില്ല, പക്ഷെ ആ ഡേറ്റയ്ക്ക് ഓരോ അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അഡീഷണൽ പെക്യൂലിയാരിറ്റീസ്, അഡീഷണൽ എൻക്യാപ്സുലേഷൻ, അഡീഷണൽ സെക്യൂരിറ്റി മെഷേഴ്സ്, അങ്ങനെ അഡീഷണൽ പല സംഗതികളും, അഡ്രസ്സിങ്, അങ്ങനെ അഡീഷണൽ പല സംഗതികളും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ, അതായത് ചാനലിൽ കൂടെ, നമ്മുടെ മീഡിയത്തിൽ കൂടെ നമുക്കിത് പാസ് ചെയ്യുന്നത്. ഇതേ പ്രോസസ്സ് റിവേഴ്സിൽ നടന്നിട്ടാണ് റിസീവേഴ്സ് എൻഡിൽ നമ്മളിത് റിസീവ് ചെയ്യുന്നത്. കറക്റ്റ് ഡേറ്റ, അത് വിത്തൗട്ട് എനി മാൽ ഫങ്ഷനിങ്, വിത്തൗട്ട് എനി മാനിപ്പുലേഷൻ, വിത്തൗട്ട് എനി ഓൾട്ടർനേഷൻ, വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ നമുക്ക് പ്യുവർ ഡേറ്റ ലഭിക്കുന്നത്. അങ്ങനത്തെ ഒരു മെത്തഡാണ് OSI റെഫറൻസ് മോഡൽ. OSI റെഫറൻസ് മോഡലിന്റെ 7 ലേയേഴ്സ് എന്ന് പറയാമോ? Can you see in this screen? സ്ക്രീൻ കാണാമോ നിങ്ങൾക്ക്? കാണാം സാർ. ഓക്കെ, OSI റെഫറൻസ് മോഡലിന്റെ 7 ലേയേഴ്സ് ഉണ്ട്. അതിലെ 7 ലേയേഴ്സ് ഒന്ന് പറയാമോ? ഫിസിക്കൽ ലെയർ, യെസ്. ഡേറ്റ ലിങ്ക് ലെയർ, വെരി ഗുഡ്. നെറ്റ്വർക്ക് ലെയർ, യെസ്. ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, PDNTS സെഷൻ ലെയർ, then PDNT ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. കാരണം കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്സിന്റെ അല്ലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സ് അല്ലെ കമ്പ്യൂട്ടർ ആ ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റൂളാണ് OSI റെഫറൻസ് മോഡൽ എന്ന് പറഞ്ഞത്. ഇത് 7 എണ്ണം കാണാതെ പഠിച്ചേ പറ്റൂ. കാരണം ഇത് നിങ്ങൾക്ക് എവിടെ ജോലിക്കോ അടുത്ത ഹയർ സ്റ്റഡീസിനോ എന്തിനാ നമുക്ക് OSI റെഫറൻസ് മോഡൽ അത്യാവശ്യമാണ്. അപ്പോൾ OSI റെഫറൻസ് മോഡൽ അതിന്റെ ഫംഗ്ഷനിങ് കാണാതെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, PDNGSPA എന്ന് ഓർത്താൽ മതി. ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, സെഷൻ ലെയർ, PDNGSPA പ്രസന്റേഷൻ ലെയർ, PDNG സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. PDNGSPA എന്ന് ഓർത്താൽ മതി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ സാർ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഫിസിക്കൽ ലെയർ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്കൽ ലെയർ ഏറ്റവും ബോട്ടം ലെയർ ആണ് ഈ ഫിസിക്കൽ ലെവൽ 1 എന്ന് പറയും. ഈ ഫിസിക്കൽ ലെയറിനകത്ത് നമുക്ക് നമ്മൾ ഡേറ്റ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ ഡേറ്റ, ഹൗ വി ക്യാൻ പ്രസന്റ് ദ ഡേറ്റ, അല്ലെ ഹൗ വി ക്യാൻ അവൈലബിൾ ദ ഡേറ്റ ഇൻ ദ കമ്പ്യൂട്ടർ.
ഡേറ്റ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആകുന്നത്? കേൾക്കാമോ? കേൾക്കാം സാർ. ക്വസ്റ്റ്യൻ അങ്ങോട്ട് അത് 0, 1 അത് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ബിറ്റ്സ് ആയിട്ടാണ് ഡേറ്റ ബൈനറി. ആയിട്ടാണ് നമ്മൾ ഡേറ്റ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നു, റിട്രീവ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 0, 1 എന്ന് പറയുന്ന സംഗതി നമ്മൾ ഫിസിക്കൽ ലെയർ തൊട്ട് മുകളിലോട്ട് കയറി ആപ്ലിക്കേഷൻ ലെയറിൽ എത്തുമ്പോഴത്തേനും ഏത് ലെവലിലേക്ക് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും, എന്നിട്ട് എന്ത് മെത്തേഡിലാണ് അല്ലെ ഇതിലാണ് നമ്മൾ ചാനലിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഈ ചാനലിൽ കൂടെ പാസ് ചെയ്യുന്ന സംഗതി റിസീവേഴ്സ് റിസീവ് ചെയ്തിട്ട് ഇത് എന്ത് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടാണ് പ്യൂർ ഡേറ്റ റിസീവർ റിസീവ് ചെയ്യുന്നത് എന്നതാണ് ഈ OSI റെഫറൻസ് മോഡലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ സാർ. OSI റെഫറൻസ് മോഡലിന്റെ കൂട്ടത്തിൽ അതേ ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലാണ് TCP/IP മോഡൽ. OSI റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത് 7 layers ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് TCP/IP മോഡൽ ദർ ഈസ് ഓൺലി 4 layers. ഈ 7 layers-നെ നമ്മൾ പലതിനെയും മെർജ് ചെയ്താണ് നമ്മൾ 4 layers ആക്കി കൺവേർട്ട് ചെയ്ത് നമ്മൾ TCP/IP ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം സാർ. ഓക്കെ, ഇപ്പൊ PPT കാണാമല്ലോ? കാണാം. ഓക്കെ, സോ ഈ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ OSI റെഫറൻസ് TCP ഒരുമിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എനിക്ക് ഈ ചാപ്റ്ററിൽ OSI മാത്രമേ ഉള്ളൂ, പക്ഷെ ഇങ്ങോട്ട് മുമ്പോട്ട് TCP വരുന്നുണ്ട്. അപ്പൊ TCP OSI ഒരുമിച്ച് പഠിപ്പിക്കുകയാണ് കേട്ടോ. ആയിക്കോട്ടെ സാർ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് OSI, then history, then layers, then introduction of TCP, the TCP/IP layers, then layering considered in harmful. Okay, the OSI reference model is open system interconnection. Is an abstract description for layered communication and computer network protocol design. Okay, it divides network architecture into 7 layers, which are from the top to bottom: application, presentation, session, transport, network, data link, and physical layers. It is therefore often referred to as the OSI 7-layer model. That is also called OSI 7 layers model. The OSI history: in 1978, International Standard Organization (ISO) began to develop its OSI framework architecture. OSI has 2 major components: an abstract model for networking called the basic reference model or 7-layer model, and a set of specific protocols, because these protocols are used inside this each and every layers. Okay, specific protocols are used each and every layers for the precautionary measures to proper data communication. The concept of a 7-layer model was provided by the work of Charles Bechman, then of Honeywell. Various aspects of OSI design involved from experiences with the Advanced Research Project Agency network.
and the flooding internet. These are the OSA reference model. Physical layer, data link, network, transport, session, presentation, application. Then ഇതിനെ നമ്മൾ ഒരു 2 കാറ്റഗറി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ഫസ്റ്റ് 3 ലെയറിനെ നമുക്ക് മീഡിയ ലെയർ എന്നും ദെൻ അപ്പർ 4 ലെയറിനെ ഹോസ്റ്റ് ലെയർ എന്നും പറയാം. അപ്പൊ ഇതിന്റെ ഓരോ തന്നെ ഫംഗ്ഷൻ പറയാം. നമ്മൾ ഡേറ്റ മുമ്പ് ഞാൻ പറഞ്ഞു, അതായത് സീറോസ് ആൻഡ് വൺസ് വെച്ചാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ഈ 0 എന്ന് പറയുന്ന 1 അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ഓഫ് ദി ഡേറ്റ, ആബ്സെൻസ് ഓഫ് ദി ഡേറ്റ, സീറോസ് ആൻഡ് വൺസിനെ നമ്മൾ ഇനീഷ്യലി ഫിസിക്കൽ ലെയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബിറ്റ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഹലോ അല്ലെങ്കിൽ വെൽക്കം എന്ന് പറഞ്ഞാൽ 10110001 എന്നായിരിക്കും ഒരു പക്ഷേ 8 ഒരു ബൈറ്റ് വരാൻ വേണ്ടി അങ്ങനെ ആയിരിക്കും കൺവേർട്ട് ചെയ്യുമ്പോൾ ആസ്കി ആയിട്ടോ യൂണിക്കോഡ് ആയിട്ടോ കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ആ ഡേറ്റയാണ് ഫിസിക്കൽ ലെയറിൽ അവൈലബിൾ ആകുന്നത്. ബിറ്റ് ഫോർമാറ്റിലാണ് ഫിസിക്കൽ ലെയറിൽ ഡേറ്റ അവൈലബിൾ ആകുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മീഡിയ സിഗ്നൽ ആൻഡ് ബൈനറി ട്രാൻസ്മിഷൻ. അതാണ് ഫിസിക്കൽ ലെയറിന്റെ ഫങ്ഷൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡേറ്റാ ലിങ്ക് ലെയർ, ഈ ബിറ്റ് എന്ന് പറയുന്ന ഡേറ്റാ ലിങ്ക് ലെയറിലോട്ട് എത്തുമ്പോഴേക്കും ആ ബിറ്റിനെ ഫ്രെയിം ആയിട്ട് മാറും. കാരണം 4 ബിറ്റിന് ഒരു ഫ്രെയിം, അല്ലെങ്കിൽ 8 ബിറ്റിന് ഒരു ബൈറ്റ്, അല്ലെങ്കിൽ അതിനൊരു ഫ്രെയിം, അല്ലെങ്കിൽ 16 ബിറ്റിന് 2 ബൈറ്റിന് ഒരു ഫ്രെയിം, അങ്ങനെ ഫ്രെയിം ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഡേറ്റാ ലിങ്ക് ലെയറിൽ സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ദ ഫംഗ്ഷൻ ഓഫ് ഡേറ്റാ ലിങ്ക് ലെയർ ഈസ് ടു കൺവേർട്ട് ദ ബിറ്റ് ഫോർമാറ്റ് ഇൻ ടു ഫ്രെയിം ഫോർമാറ്റ്. ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഡേറ്റാ ലിങ്ക് ലെയർ. ഫിസിക്കൽ അഡ്രസ്സിംഗ്, ഈ ഡേറ്റയുടെ കൂട്ടത്തിൽ ഫിസിക്കൽ അഡ്രസ്സിംഗ്, അതിന്റെ അഡ്രസ്സ്, അതായത് ഈ ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിന്റെ അഡ്രസ്സും കൂടെ എൻകാപ്സുലേറ്റ് ചെയ്യുന്നത് ഡേറ്റാ ലിങ്ക് ലെയർ ആണ്. ദെൻ തേർഡ് ലെയർ ഈസ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിൽ ഡേറ്റ അവൈലബിൾ ആകുന്ന പാക്കറ്റ്സ് ആയിട്ടാണ്. അത് 2 or more ഫ്രെയിംസ്, ദാറ്റ് ഈസ് കോൾഡ് പാക്കറ്റ്സ്. അങ്ങനെയാണ് ഡേറ്റാ ലിങ്ക് ലെയറിൽ ഡേറ്റ അവൈലബിൾ ആക്കുന്നത്. പാത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് ലോജിക്കൽ അഡ്രസ്സിംഗ്. പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതായത് എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ലോജിക്കൽ അഡ്രസ്സിംഗ്, കാരണം നമ്മുടെ എൻഡ് സിസ്റ്റത്തിന്റെ അഡ്രസ്സിങ് അങ്ങനത്തെ ഒരു IP ഒക്കെ വെച്ചുള്ള ഒരു കോൺഫിഗറേഷൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നെറ്റ്വർക്ക് അഡ്രസ്സിംഗ് എന്ന് പറയും. നെറ്റ്വർക്ക് ക്ലിയർ ആക്കുക. ഇപ്പം കൺജഷൻ ഉള്ള കൊളീഷൻ ഉണ്ടാവുന്ന ട്രാഫിക് ഉള്ള നെറ്റ്വർക്ക് ഒഴിവാക്കിയിട്ട് ഈസി ആയിട്ടുള്ള നെറ്റ്വർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് നെറ്റ്വർക്ക് ലെയറിന്. ദെൻ നെക്സ്റ്റ് ഇസ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ ഈസ് എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. എൻഡ് ടു എൻഡ് കണക്ഷൻ ആൻഡ് റിലയബിലിറ്റി, ഫ്ലോ കൺട്രോൾ, ഈ വരുന്ന ഈ പാക്കറ്റ്സിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്ലോ കൺട്രോളിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. ഇവിടെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഡേറ്റയെ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം ഒരു 10 പാക്കറ്റ്സ് ഉണ്ട്, ആ 10 പാക്കറ്റ്സിനെ ഒരു സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ അടുത്ത വരുന്ന 12 പാക്കറ്റ് ഉണ്ട്, 12 പാക്കറ്റിനെ അടുത്ത സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം ഓരോ ടൈം ക്ലോക്ക് വെച്ചാണ് ഡേറ്റ പാസ് ചെയ്യുന്നത്. സൈമൾട്ടേനിയസ്ലി എല്ലാ ഡേറ്റയും 1 to 1 ഒന്നും ആയിട്ടല്ല പാസ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ പാക്കറ്റ്സുകളും ഒരേ ലൈനിൽ കൂടി ആവണം എന്നില്ല പോകുന്നത്. കാരണം നമ്മുടെ ഈച്ച് ആൻഡ് എവറി പാക്കറ്റ്സിന്റെയും കൂടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രാഫിക് കുറഞ്ഞ ലൈൻ അറ്റ് ദാറ്റ് ടൈം ഏതാണോ അതിലെ കൂടെയാണ് ഡേറ്റ പാസ് ചെയ്യുന്നത്. നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈനിലെ കൊളീഷൻ അല്ലെങ്കിൽ ഒരു കൺജക്ഷൻ ഉണ്ടായാൽ ഉടനെ അടുത്ത ലൈൻ ചൂസ് ചെയ്ത് അടുത്ത ലൈനിൽ കൂടെ ഡേറ്റ പാസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മജോറിറ്റി ഡേറ്റയും സെയിം ലൈനിൽ കൂടെയാണ് പോകുന്നത്, സെയിം ചാനലിൽ കൂടെയാണ് പോകുന്നത്, നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. ഫ്ലോ കൺട്രോൾ, എത്ര സെഗ്മെന്റ്സ് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന സെക്ഷനാണ് ട്രാൻസ്പോർട്ട് സെക്ഷൻ. ദെൻ അടുത്തത് സെഷൻ ലെയർ, ഇന്റർ ഹോസ്റ്റ് കണക്ഷൻ. അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. അതായത് ഒരു ഇന്റർ ഹോസ്റ്റ്, 2 ഹോസ്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കാരണം നമുക്ക് നെറ്റ്വർക്കിൽ നമ്മൾ ഒരു ഡേറ്റ അയക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സേവ് ആൻഡ് ഫ്ലോ എന്നാ പറയുന്നത്. കാരണം ഒരു ഡേറ്റ ഇവിടുന്ന് അടുത്ത ഹോസ്റ്റിലേക്ക് എത്തി അവിടെ സേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് അടുത്തത് പാസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഹോൾഡ് ആൻഡ് പാസ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഒരു ഇന്റർ ഹോസ്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് സെഷൻ ലെയറിലുള്ളത്. ദെൻ നെക്സ്റ്റ് ലെയർ ഈസ് പ്രസന്റേഷൻ ലെയർ. ഡേറ്റ റെപ്രസെന്റേഷൻ, എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. ഇവിടെയാണ് നമ്മുടെ ഒറിജിനൽ ഡേറ്റയെ നമ്മൾ
വേറൊരു ഫോർമാറ്റിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് ആ ഡേറ്റയാണ് നമ്മൾ ചാനലിൽ കൂടെ പാസ് ചെയ്യുന്നത്. കാരണം എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ ഡേറ്റ നമ്മൾ വേറെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ഫോർ എൻഷുറിങ് ദ സെക്യൂരിറ്റി. നമ്മുടെ പ്യൂർ ഡേറ്റയ്ക്ക് ഒരു തരത്തിലുള്ള ഓൾട്ടർനേഷനോ മോഡിഫിക്കേഷനോ ഒന്നും വരാതെ ഹാക്കേഴ്സോ അല്ലെങ്കിൽ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻട്രൂഡേഴ്സ് ഒന്നും നെറ്റ്വർക്കിൽ ഞൊഴിഞ്ഞു കയറി നെറ്റ്വർക്കിനെ അഫക്റ്റ് ചെയ്യാതെ അവർക്ക് ഡേറ്റയുടെ ഒരു വോളിയം അല്ലെ ഡേറ്റയുടെ ആ ഇൻഫർമേഷൻ കിട്ടാതെ ഇരിക്കാൻ വേണ്ടി ഒറിജിനൽ ഡേറ്റയെ കൺവേർട്ട് ചെയ്ത് വേറൊരു ഫോമിലേക്ക് ആക്കിയിട്ട് ആ ഫോമാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫംഗ്ഷനാണ് പ്രസന്റേഷൻ ലെയർ. ഹൗ ടു പ്രസന്റ് ദ ഡേറ്റ റെപ്രസെന്റേഷൻ, എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ ഡേറ്റയെ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേ പ്രോസസ്സ് റിസീവേഴ്സ് നടക്കുന്ന സംഗതിക്കാണ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ വരുന്ന ഒറിജിനൽ ഡേറ്റ അല്ലാത്ത ഡേറ്റയെ ഒറിജിനൽ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് പ്രസന്റേഷൻ ലെയറിന്റെ ഫംഗ്ഷൻ. ദെൻ ഫൈനൽ ലെയർ ഈസ് ആപ്ലിക്കേഷൻ ലെയർ. നെറ്റ്വർക്ക് പ്രോസസ് ടു ആപ്ലിക്കേഷൻ. അതായത് ഇതിന്റെ എല്ലാ ഡേറ്റ ഈ ലെവലിൽ വരെ എത്തി. ഡേറ്റ നമ്മൾ പ്യൂർ ഡേറ്റയെ നമ്മൾ ഓരോന്നും ആഡ് ചെയ്ത് ബിറ്റ്, ഫ്രെയിം, പാക്കറ്റ്, സെഗ്മെന്റ് ഇതെല്ലാം നമ്മൾ ചെയ്ത് ഇത് പ്രസന്റേഷൻ ലെയർ വരെ എത്തി. പ്രസന്റേഷൻ ലെയർ ഒറിജിനൽ ഡേറ്റയെ വേറെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. ഈ കൺവേർട്ട് ചെയ്യുന്ന സംഗതി നമ്മുടെ ചാനലിലേക്ക് പാസ് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു. ആ ഒരു നെറ്റ്വർക്ക് പ്രോസസ് ആണ് ആപ്ലിക്കേഷൻ ലെയറിനുള്ളത്. നെറ്റ്വർക്ക് പ്രോസസ് ടു ആപ്ലിക്കേഷൻ. ഇതാണ് OSI റെഫറൻസ് മോഡലിന്റെ 7 ലെയറിന്റെ ഫങ്ഷൻസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മനസ്സിലായി. ഏതെങ്കിലും ലെയറിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടോ? ചോദിക്കാം. സംശയമുണ്ടോ? സംശയമില്ല? സംശയമുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ലെയറിലോട്ട് പോകാമല്ലോ അല്ലെ? ഓരോ ലെയറിനും ഡിസ്ക്രിപ്ഷൻ ആണ്. ലെയർ 1 ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയർ ഡിഫൈൻസ് ദ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സ്പെസിഫിക്കേഷൻസ് ഫോർ ഡിവൈസസ്. ഇൻ പർട്ടിക്കുലർ, it defines a relationship between a device and a physical medium. This includes the layout of pin, voltages, cable specifications, hubs. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ ഫസ്റ്റ് ലെയറിൽ, അതായത് ഫിസിക്കൽ ലെയറിലാണ് നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അതായത് റിപ്പീറ്റർ, ഹബ്ബ്, മോഡം അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ. അതായത് നമ്മുടെ വീട്ടിലൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന സംഗതികൾ, സ്വിച്ച്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഫിസിക്കൽ ലെയറാണ് യൂസ് ചെയ്യുന്നത്. റിപ്പീറ്റേഴ്സ്, നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ്, ഹോസ്റ്റ്, ബസ് അഡാപ്റ്റർ, ദീസ് ഓൾ ആർ coming under the physical layer. The major functions and services performed by the physical layer are established and the termination of a connection to a communication medium, participation in the process whereby the communication resources are effectively shared among multiple users, flow control, then modulation or conversion between the representation of digital data, the user equipment and the corresponding signals transmitted over a communication channel. These are signals operating over the physical cabling such as copper or optical fiber medium. അത് നമ്മൾ ചാനൽ ഏത് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then physical layer, the same applies to local LAN, Ethernet, token ring, fiber distributed data interface, the national telecommunication ITU എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ഉണ്ട്, telecommunication administration sector. Then IEEE 802.11. What is IEEE 802.11? Yesterday ഞാൻ പറഞ്ഞിരുന്നു. What is IEEE 802.11? യെസ്റ്റർഡേ ക്ലാസ്സിലുള്ള ആൾക്കാർ ആരും ഇല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ? കേൾക്കാമോ? ഒടിവിൾ
കേൾക്കാമോ? IEEE 802.11 എന്ന് പറയുന്ന വയർലെസ് ആണ്, വയർലെസ് ലാൻ ആണ് IEEE 802.11. അതിന്റെ IEEE നൊമാൻക്ലച്ചർ ആണ് IEEE 802.11 എന്ന് പറയുന്നത്. അതേസമയത്ത് IEEE 802.15.4, IEEE 802.15.4 എന്ന് പറയുന്നതാണ് ബ്ലൂടൂത്ത്. ഇത് IEEE സ്റ്റാൻഡേർഡ് ആണ്. IEEE 802.3, 802.5 ടോക്കൺ റിംഗ്, ടോക്കൺ ബസ്, സ്റ്റാർ, ഇങ്ങനെ ഓരോ സംഗതിക്കും ഓരോ IEEE സ്റ്റാൻഡേർഡ് ഉണ്ട്, ഓരോ ടെർമിനോളജി ഉണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. The next layer is data link layer. Data link layer provides the functional and procedural means to transfer data between network entities and to detect and possibly correct errors that may occur in the physical layer. Physical layernകത്ത് എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, ഡിറ്റക്ട് ചെയ്ത് അങ്ങനെ കറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഡേറ്റാ ലിങ്ക് ലെയറിന്റെ ഒരു ഫംഗ്ഷൻ. Originally, this layer was intended for point-to-point and point-to-multi-point media characteristics of wide area media in the telephone system. അതായത് പോയിന്റ് ടു പോയിന്റ് ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് അയക്കുവാണെങ്കിൽ അതല്ലാതെ ബ്രോഡ്കാസ്റ്റഡ് മെസ്സേജ് പോയിന്റ് ടു മെനി, സിംഗിൾ പോയിന്റ് ടു മെനി, അങ്ങനെയുള്ള സംഗതികളൊക്കെ മാനേജ് ചെയ്യുന്ന ഡേറ്റാ ലിങ്ക് ലെയർ ആണ്. The data link layer is divided into two sub-layers by IEEE. One is medium access control and the other is logical link control, MAC and LLSC. This is the two division of the data link layer. DLL, data link layer രണ്ട് division ആണ്. ഒന്ന് MAC and another is LLC, logical link control and medium access control. നിങ്ങൾ ഈ മോഡം ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് MAC ID എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? MAC അഡ്രസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഈ ഡേറ്റാ ലിങ്ക് ലെയറിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഈ മീഡിയം ആക്സസ് കൺട്രോൾ ആൻഡ് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ. കാരണം മീഡിയം ആക്സസ് ചെയ്യാനുള്ള കൺട്രോളും ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലോജിക്കലി, ഫിസിക്കലി അല്ല. ഫിസിക്കലി നമ്മൾ എപ്പോഴും ഒരേ ലിങ്കിൽ കൂടി അല്ല വിടുന്നത്. ലോജിക്കലി ഒരു ടൈം ഷെയറിംഗ് വെച്ച് സ്വിച്ചിങ് നടത്തി, ഷിഫ്റ്റിംഗ് നടത്തി നമുക്ക് സ്പീഡി ആയിട്ടും ഡേറ്റ ലോസ് സംഭവിക്കാതെ ഇൻ ടൈമിൽ തന്നെ ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്ന ഒരു മെത്തേഡാണ് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ എന്ന് പറയുന്നത്. Then MAC is lower sublayer and it defines the way about the media access transfers such as CSMA, CD, carrier sense multiple access collision detection. അതാണ് പറഞ്ഞത്. നമ്മൾ എന്താണ് CSMA, CD എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ നെറ്റ്വർക്കിലോട്ട് ഒരു ഡേറ്റ വന്നു. അപ്പം ആ ഡേറ്റ അല്ലെങ്കിൽ ആ അയക്കുന്ന സെർവർ എപ്പോഴും നമ്മൾ നെറ്റ്വർക്ക് സെൻസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഏത് സമയത്താണോ നെറ്റ്വർക്ക് ഫ്രീ ആകുന്നത്, ജാം ഇല്ലാതെ ട്രാഫിക് ഇല്ലാതെ ഫ്രീ ആകുന്നത്, ആ സമയത്ത് ഡേറ്റ പെട്ടെന്ന് നെറ്റ്വർക്കിലോട്ട് ഇജക്ട് ചെയ്യുന്നു. അങ്ങനെ ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്ന ഒരു മെത്തേഡിനാണ് CSMA, CD, കരിയർ സെൻസ്, എപ്പോഴും സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൾട്ടിപ്പിൾ ആക്സസ് കൊളീഷൻ ഡിറ്റക്ഷൻ, കൊളീഷൻ അവോയ്ഡൻസ്. അങ്ങനെ കൊളീഷൻ ഉണ്ടാവാതെ, ഡേറ്റ ലോസ് ഉണ്ടാവാതെ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ടെക്നിക്കിനാണ് CSMA, CD എന്ന് പറയുന്നത്. അതും ഡേറ്റാ ലിങ്ക് ലെയറിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. Then logical link control provides data transmission method in different network. It will repackage data and add a new header. ഡേറ്റ എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അതിനകത്ത് ഒരു ഹെഡർ ആയിട്ട് നമ്മുടെ അഡ്രസ് ഒക്കെ ആഡ് ചെയ്യുന്ന പോലെ ഡേറ്റയുടെ കൂട്ടത്തിൽ ഹെഡറും കൂടെ ആഡ് ചെയ്യുന്നു. ഇതാണ് ഡേറ്റാ ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷൻ. Third layer is the network layer. The network layer provides the functional and the procedural means of transferring variable length data sequences from a source to a destination via one or more networks while maintaining the quality of service requested by the transport layer. Quality of service ensure ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നെറ്റ്വർക്ക് ലെയറിനുണ്ട്. നെറ്റ്വർക്ക് ലെയർ പെർഫോംസ് നെറ്റ്വർക്ക് റൂട്ടിംഗ് ഫംഗ്ഷൻസ്. ഇന്നലെ ഞാൻ പറഞ്ഞു റൂട്ടേഴ്സ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ഫിസിക്കൽ ലെയർ ഉപയോഗിക്കുന്നത് ഹബ്ബ്, മോഡം, അങ്ങനത്തെ ബേസിക് ഡിവൈസസ് ആണ്. ഡേറ്റാ ലിങ്ക് ലെയറിലാവുമ്പത്തേനും ബ്രിഡ്ജ് ആവും. നെറ്റ്വർക്ക് ലെയറിലേക്ക് ആകുമ്പോൾ റൗട്ടർ ആവും. റൗട്ടിംഗ് അൽഗോരിതം, റൗട്ടിംഗ് ഡിസ്ക്രിപ്ഷൻ, റൗട്ടിംഗ് ടേബിൾ, ഇങ്ങനത്തെ പല ഡിവൈസസ് വെച്ചാണ് റൗട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്നത്. ആ കണക്ട് ചെയ്യുന്നതിന്റെ ഫംഗ്ഷൻ എല്ലാം നെറ്റ്വർക്ക് ലെയർ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. നെറ്റ്വർക്ക് റൗട്ടിംഗ് ഫംഗ്ഷൻസ് പെർഫോം ഫ്രാഗ്മെന്റേഷൻ ആൻഡ് റീ അസംബ്ലി, റിപ്പോർട്ട് ഡെലിവറി എറേഴ്സ്. എന്തെങ്കിലും ഡേറ്റ ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട്
അത് അതിനെ പ്രസന്റ് ചെയ്യുക, അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണ് നെറ്റ്വർക്ക് ലെയറിനുള്ളത്. റൗട്ടേഴ്സ് ഓപ്പറേറ്റ് അറ്റ് ദിസ് ലെയർ, സെൻഡിങ് ഡാറ്റ ത്രൂ ഔട്ട് ദ എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ആൻഡ് മേക്കിംഗ് ദ ഇന്റർനെറ്റ് പോസിബിൾ. Then fourth layer is transport layer. The transport layer provides transparent transfer of data between end users from sender to receiver, providing reliable data transfer services to the upper layers. The transport layer controls the reliability of a given link through flow control, segmentation, desegmentation, and error control. നമ്മുടെ ആ ഒരു ചാനലിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്തിന്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്ത് അത് ഡേറ്റ പ്രോസസ്സിങ് സ്പീഡി ആയിട്ട് വിത്തൗട്ട് ഡിലേ നടത്തുന്ന ഒരു ഫംഗ്ഷനാണ് ട്രാൻസ്പോർട്ട് ലെയറിനുള്ളത്. നടത്തുന്നത് ഫ്ലോ കൺട്രോള്, സെഗ്മെന്റേഷൻ, ഡീസെഗ്മെന്റേഷൻ, എറർ കൺട്രോള്, ഇതൊക്കെ ഈ ഒരു മെത്തേഡിൽ കൂടിയാണ് ഈ ഒരു ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫങ്ഷൻസ് ഫുൾഫിൽ ചെയ്യുന്നത്. കാരണം സെഗ്മെന്റേഷൻ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും യോജിപ്പിക്കണമെങ്കിൽ, ഡീസെഗ്മെന്റേഷൻ ഡിവിഷൻ വേണമെങ്കിൽ, ദെൻ ഫ്ലോ കൺട്രോൾ ചെയ്യണമെങ്കിൽ, സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ, എറർ കൺട്രോൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ട്രാൻസ്പോർട്ട് ലെയറിനുള്ളത്. Then this is a transport layer chart. Connection oriented network. What is connection oriented network? Connectionless അതിനെപ്പറ്റി അറിയാമോ? കണക്ഷൻ ഓറിയന്റഡ് നെറ്റ്വർക്ക് ഉദ്ദേശിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ എന്നെ? കേൾക്കാം സാർ. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? സംശയം ഉണ്ടോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഡൗട്ടുകൾ വല്ലതും ഉണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ചെയ്തോ സാറേ, മനസ്സിലാവുന്നുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഒരു അങ്ങേയറ്റത്തിന് റെസ്പോൺസ് ഇല്ല, അതുകൊണ്ടാണ്. അങ്ങേയറ്റത്ത് ആൾക്കാരുണ്ടോന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. കണക്ഷൻ ഓറിയന്റഡ് നെറ്റ്വർക്ക് ആണ് കണക്ഷൻ ലെസ്. ട്രാൻസ്പോർട്ട് ലെയർ ഒരു ഫംഗ്ഷൻ ആണ് കണക്ഷൻ ഓറിയന്റഡ് നെറ്റ്വർക്ക്സ് ഓർ ആൻഡ് കണക്ഷൻ ലെസ് നെറ്റ്വർക്ക്. എന്താണ് ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കണക്ഷൻ ഓറിയന്റഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കും. അതാണ് കണക്ഷൻ ഓറിയന്റഡ് നെറ്റ്വർക്ക്. സെന്ററിൽ നിന്ന് റിസീവറിലേക്കുള്ള ഒരു എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, പോസിബിൾ ആകുകയുള്ളൂ. അതാണ് കണക്ഷൻ ഓറിയന്റഡ് നെറ്റ്വർക്ക്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കണക്ഷൻ ലെസ് എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പോസിബിൾ അല്ല. എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല. ഏത് ലൈനാണോ ഫ്രീ ഉള്ള ആ ലൈനിലേക്ക് ഡേറ്റ വൺ പ്ലേസിന് അടുത്ത പ്ലേസിലേക്ക് മൂവ് ചെയ്യും. ദെൻ അവിടുത്തെ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യും ഏതാണ് ലൈൻ ഫ്രീ എന്ന്, അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാതെ തന്നെ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന സംഗതിക്കാണ് കണക്ഷൻ ലെസ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻ ആണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കണക്ഷൻസ്, എൻഡ് ടു എൻഡ് കണക്ഷൻ. കണക്ഷൻ ഓറിയന്റഡ് ഓർ കണക്ഷൻ ലെസ് നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ. Then fifth layer is session layer. The session layer controls the dialogues between computers. Connection sessions ഒരു കമ്പ്യൂട്ടറിന് ഒരു നെറ്റ്വർക്കിൽ എത്ര സമയം ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ഉണ്ട്, എത്ര സമയം കഴിയുമ്പോൾ ഡേറ്റ ട്രാൻസ്മിഷൻ നിർത്തണം, അടുത്ത ഒരു നോഡിന് എപ്പോഴാണ് ഡേറ്റ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ സെഷൻ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ലെയർ ആണ് സെഷൻ ലെയർ. It establishes, manages and terminates the connections between the local and remote applications. It provides a full duplex, half duplex, or simplex operation and establishes checkpointing, adjournment, termination, and restart procedure. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സിംപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ്. ഞാനത് ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താണ് സിംപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? പ്ലീസ് ആൻസർ എനിവൺ. ഇല്ല സാറേ, മറന്നുപോയി. ഓക്കെ, ഒന്നുകൂടെ പറയാം, കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് ഒരു റെസ്പോൺസ് തന്നാൽ മതി. ഒന്നുകൂടെ പറയുന്നത് എത്ര പ്രാവശ്യം വേണം പറയാം, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ അവിടെ ഉണ്ടോന്ന് എനിക്ക് സംശയമാണ്. എന്താണ്, നമുക്ക് 3 തരം കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും ഉള്ളത് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനിൽ. അതിനകത്ത് സിംപ്ലെക്സ്,
ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ്. സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ, റേഡിയോ, ഇതൊക്കെ സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അതിനാണ് സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിനാണ് സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻഡറും ഒരു റിസീവറും ഉണ്ട്. ഈ ഒരു സെൻഡറും റിസീവറിനും തമ്മിൽ സെൻഡറിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്തു റിസീവറിൽ എത്തി, റിസീവറിൽ നിന്ന് റിപ്ലൈ സെൻഡ് ചെയ്തു സെൻഡറിലേക്ക് എത്തി. അങ്ങനെ ടു വേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ബട്ട് അറ്റ് ദ ടൈം ഓൺലി വൺ വേ കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ. അതായത് ഒരു സമയത്ത് ഒരു ഡയറക്ഷനിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. എന്നാൽ അതിന്റെ അടുത്ത മൊമെന്റിൽ റിവേഴ്സ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ്ലി ബോത്ത് ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അപ്പം കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നോർമലി ഏത് ഗണത്തിൽപ്പെടുമെന്ന് പറയാമോ? കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ് പ്രോബബ്ലി ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനിൽ നടത്താം, പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ. ഫുൾ ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ പറയാമോ? അതായത് സൈമൾട്ടേനിയസ്ലി ബോത്ത് ഡയറക്ഷനിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന ഒരു സിസ്റ്റം പറയാമോ? പറയാമോ? അറിയാമോ? അതറിയില്ല സാറേ. ടെലഫോൺ കമ്മ്യൂണിക്കേഷൻ. ടെലഫോൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൈമൾട്ടേനിയസ്ലി പറയാമല്ലോ. അവിടുന്ന് പറയുന്ന ഇവിടെ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പറയാം. രണ്ടുപേരും പറയുന്ന നമ്മൾ കേൾക്കത്തില്ലെന്നുള്ളൂ, പക്ഷെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ടെലഫോൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം സൈമൾട്ടേനിയസ്ലി ബോത്ത് ഡയറക്ഷനിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ ഓക്കെ. Yes, sir. Yes. Then the session layer, the OSI model made this layer responsible for the graceful pause of sessions, which is a property of the transmission control protocol, and also for session checkpointing and recovery, which is not usually sent in the internet protocol suite. The session layer is commonly implemented explicitly in application environment that use remote procedure called RPC. Then the sixth layer is presentation layer. The presentation layer establishes a context between application layer entities in which the higher layer entities can use different syntax and semantics as long as the presentation service understand both and the mapping between them. This layer provides independence from differences in data representation, that is encryption, by translating from application in network format and vice versa. അതായത് നമ്മുടെ ഈ ഡേറ്റയെ നമ്മൾ വേറെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് പ്രസന്റേഷൻ. ഹൗ ടു പ്രസന്റ് ദ ഡേറ്റ, അതാണ് പ്രസന്റേഷൻ ലെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ലെയർ ഫോർമാറ്റ്സ് ആൻഡ് എൻക്രിപ്റ്റ്സ് ഡേറ്റ ടു ബി സെൻഡ് അക്രോസ് നെറ്റ്വർക്ക്, പ്രൊവൈഡിംഗ് ഫ്രീഡം ഫ്രം capability problems. It is sometimes called the syntax layer. അതിന്റെ സിൻടാക്സ് മാറാതെ തന്നെ നമ്മൾ അതിന്റെ വേറെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് പ്രസന്റേഷൻ ലെയറിനുള്ളത്. Then last layer is seventh layer is application layer. This layer is the OSI layer closest to the end user, which means that both the OSI application layer and the user interact directly the software application. The application layer functions typically include identifying communication partners, determining resource availability, synchronizing communication. ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഏകദേശം 7 ലെയറിന്റെ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി സാറേ. ഓക്കെ, ഇത് ശരിക്കും പഠിക്കണം, കാരണം ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നല്ലോണം പടം വരച്ച് ഓരോ ലെയറിന്റെ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. ഫിഗർ വരയ്ക്കുക കേട്ടോ. ഓക്കെ, ആ ടേബിൾ ആണോ സാറേ ആദ്യം കാണിച്ചത്? ഇതാണ് ഇത്, ഈ ഫസ്റ്റ് ഇത്. ഓക്കെ.
ഈ കാണുന്നുണ്ടോ? സ്ലൈഡ് ചേഞ്ച് ആയിട്ടില്ല. ഓ ശരി ശരി. ഇപ്പം കാണാമോ? വിസിബിൾ ആണ്. ഇതാണ്, ഈ ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. അതായത് OSI റെഫറൻസ് മോഡലിന്റെ ഈ ഒരു ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. അതായത് സെന്ററിന്റെ സൈഡ് ലൈൻ വരയ്ക്കണം, ചാനൽ വരയ്ക്കണം, ദെൻ റിസീവർ സൈഡ് ലൈൻ വരയ്ക്കണം. ഓക്കെ, സർ. റിവേഴ്സ് പ്രോസസ് നടക്കുന്നത് സെൻട്രൽ സൈഡിലും നേരെ റിവേഴ്സ് പ്രോസസ് ആണ് റിസീവർ സൈഡിൽ നടക്കുന്നത്. ചാനൽ വരയ്ക്കുക, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോസിബിൾ ആണെന്ന് വരയ്ക്കുക. ഓക്കെ സർ. ഓക്കെ, ഇത് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കൂടുതൽ ടച്ച് ചെയ്ത് നിൽക്കുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. കാരണം പ്രോട്ടോകോൾസ് കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ലെയറിലാണ്. ആപ്ലിക്കേഷൻ ലെയറിൽ കോമൺലി യൂസ്ഡ് പ്രോട്ടോകോൾസ് ആർ HTTP, FTP, SMTP, Telnet, HTTPS. ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെയറിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ് ആണ്. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP എന്ന് പറയുന്നത് നമ്മുടെ URL, അതായത് യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ. URL നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് HTTP. HTTPS എന്ന് പറഞ്ഞാൽ HTTP സെക്യൂർ, അതായത് ആ സെക്യൂർ ഒരു SSL സർട്ടിഫിക്കറ്റ്, TSL സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്ത് ആ ഡൊമൈൻ കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് HTTPS. FTP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് FTP. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ, ഇമെയിൽ സർവീസസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് SMTP. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെയറിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ. Then features of OSI: open system standard over the world, rigorously defined structured hierarchical network model, complete description of the function, then provides standard test procedures. Then next reference model is TCP/IP. The Internet Protocol suite, commonly known as TCP/IP, is the set. അതായത് നമ്മൾ ഇപ്പം കൂടുതൽ ഉപയോഗിക്കുന്നത് TCP/IP ആണ്. കാരണം TCP എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് വൈഡ് പവർഫുൾ ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. എല്ലാ സിസ്റ്റത്തിലും ഉപയോഗിക്കുന്നത്, കോമൺലി എല്ലാ കോൺഫിഗറേഷനിൽ അക്സെപ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് TCP. വേൾഡ് വൈഡ് ഇപ്പൊ IEEE അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതും അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് TCP. അതുകൊണ്ട് ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്ന TCP/IP മോഡലാണ്. മാത്രമല്ല ഈ OSI റെഫറൻസ് മോഡൽ പോലെ 7 ലെയേഴ്സ് ഇല്ല. പല ലെയേഴ്സ് മെർജ് ചെയ്ത് 4 ലെയർ മാത്രമേ TCP/IP ഉള്ളൂ. ഓക്കെ, the TCP/IP is a communication protocol used for the internet and other similar networks. It is named screen കാണാമോ? ഇല്ല സാറേ. ഓ, ഷെയറിംഗ് ഇല്ല അല്ലേ? ഇല്ല. കാണാമോ? കാണാം സാർ. Okay, then that it is named from two of the most important protocol, transmission control protocol and the internet protocol, which were the first two networking protocols defined in this standard. Okay, then TCP/IP layer, നമ്മൾ OSI എങ്ങനെയാണ് TCP/IP കൺവേർട്ട് ചെയ്യുന്നത് എന്ന് ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം 7 ലെയറിനെ നമ്മൾ കോമ്പാക്ട് ആക്കി 4 ലെയർ ആക്കി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഫിസിക്കൽ ലെയറും ഡേറ്റാ ലിങ്ക് ലെയറും കൂടി മെർജ് ചെയ്തിട്ട്
അതിനെ ലിങ്ക് ലെയർ എന്ന് ഒരു നൊമാൻക്ലച്ചർ കൊടുത്തു. അതിനാണ് ഫസ്റ്റ് ലെയർ ഓഫ് ദി TCP/IP. ദെൻ സെക്കൻഡ് നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നിലനിർത്തുക. നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ റൗട്ടേഴ്സ് ഉണ്ട്, റൗട്ടിംഗ് അൽഗോരിതം. അതിനകത്ത് ഒരു നെറ്റ്വർക്കിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഡിവൈസസ്, ഏറ്റവും വലിയൊരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ. റൗട്ടിംഗ് അൽഗോരിതം, റൗട്ടിംഗ് ടേബിൾ, റൗട്ടേഴ്സ് ഇതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നെറ്റ്വർക്ക് ലെയറിനെ മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിർത്തി ഈ നെറ്റ്വർക്ക് ലെയറിനകത്ത് ഇന്റർനെറ്റ് ലെയർ, ICMP, ARP, RIRP അങ്ങനത്തെ കുറെ പ്രോട്ടോകോൾസ് യൂസ് ചെയ്താണ് അതിനകത്ത് ഇന്റർനെറ്റ് ലെയർ എന്നാണ് TCP/IP പറയുന്നത്. ദെൻ ട്രാൻസ്പോർട്ട് ലെയറിനെയും അതുപോലെ നിലനിർത്തി. ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് കണക്ഷൻ ഓറിയന്റഡ്, കണക്ഷൻ ലെസ് ഇത് രണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ലെയറിലായതുകൊണ്ട് തന്നെ TCP/UDP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, ഈ രണ്ട് പ്രോട്ടോകോളും ആണ് TCP/IP മോഡലിലോട്ട് വരുമ്പോഴത്തേനും ഉപയോഗിക്കുന്നത്. ദെൻ മുകളിലത്തെ 3 ലെയറും കൂടി മെർജ് ചെയ്ത് സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ ഇത് 3ഉം കൂടെ മെർജ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞ ഒരു ലെയർ ഉണ്ടാക്കി. അപ്പൊ 4 ലെയറേ ഉള്ളൂ. LITA എന്ന് ഓർത്താൽ മതി. LITA, ലിങ്ക് ലെയർ, ഇന്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കി സെഷനും പ്രസന്റേഷനും ആപ്ലിക്കേഷനും കൂടി മെർജ് ചെയ്ത് ആപ്ലിക്കേഷൻ ലെയർ ആക്കി. ആപ്ലിക്കേഷൻ ലെയറിൽ ഇപ്പോൾ ഒരുപാട് പ്രോട്ടോകോൾസ് വരുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞു ടെൽനെറ്റ്, FTP, SMTP, POP. വാട്ട് ഈസ് POP? വാട്ട് ഈസ് POP? പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ ആണ് POP എന്ന് പറയുന്നത്. പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. ദെൻ SNMP, then NNTP, DNS, domain name server, NIS, NFS, HTTP ഇതെല്ലാമാണ് TCP/IPയുടെ ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്നത്. ഇങ്ങനെയാണ് TCP/IP നമ്മൾ OSI റെഫറൻസ് മോഡലിന് കൺവേർട്ട് ചെയ്ത് ഒരു 4 ലെയർ ആക്കി TCP/IP കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, TCP/IP സ്റ്റാക്ക്. TCP/IP സ്റ്റാക്കും TCP/IP പ്രോട്ടോകോൾ നമ്മളൊന്ന് ഡിവൈഡ് ഒന്ന് ക്രോസ് സെക്ഷൻ ചെയ്താൽ അത് കിട്ടുന്ന ഇങ്ങനെയാണ്. നെറ്റ്വർക്ക് കണക്ഷൻസ്, ഹോസ്റ്റ്, റൗട്ടേഴ്സ്, ഹോസ്റ്റ് B, സ്റ്റാറ്റ് കണക്ഷൻസ്, ആപ്ലിക്കേഷൻ, ട്രാൻസ്പോർട്ട്, ഇന്റർനെറ്റ് ലിങ്ക്. നമ്മൾ അപ്പുറം OSI റെഫറൻസ് മോഡലിൽ കണ്ട പോലെ തന്നെയാണ് ഇവിടെ കാണുന്നത്. എങ്ങനെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്? ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ഇന്റർനെറ്റ് ലെയർ, ലിങ്ക് ലെയർ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഈ 4 ലെയർ ഉദ്ദേശിക്കുന്നത്. LITA ഇവിടെ ആപ്ലിക്കേഷൻ ലെയർ, ദെൻ ട്രാൻസ്പോർട്ട് ലെയർ, ഇന്റർനെറ്റ് ലെയർ, ദെൻ ലിങ്ക് ലെയർ. അതുവഴി ഈതർനെറ്റ് കണക്ഷൻ. ഈതർനെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻ. അത് ഇന്റർനെറ്റ് ലിങ്ക്, ദെൻ ഫൈബർ സാറ്റലൈറ്റ് വഴി നമ്മൾ സെൻറ്ററിൽ നിന്ന് അയക്കുന്നു. ദെൻ അതേപടി നമ്മൾ റിസീവർ എടുത്ത് ചെല്ലുന്നു. അതേ ഇന്റർനെറ്റ് യൂസ് ചെയ്തു ലിങ്ക് ലെയറിൽ കൂടെ, ഇന്റർനെറ്റ് ലെയറിൽ കൂടെ, ട്രാൻസ്പോർട്ട് ലെയറിൽ കൂടെ, ആപ്ലിക്കേഷൻ ലെയറിൽ കൂടെ നമ്മൾ റിസീവ് ചെയ്യുന്നു. അതാണ് പിക്ചറൽ റെപ്രസെന്റേഷൻ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. TCP/IPയുടെ OSI റെഫറൻസ് മോഡലിന്റെയും രണ്ടിന്റെയും ആ ഒരു പ്രോട്ടോകോൾ സ്റ്റാക്ക് പഠിച്ചു വെക്കണം. ഓക്കെ, then TCP/IP encapsulation. This is link, internet, then transport and application. അതിനകത്ത് വരുന്നത് ലിങ്ക് ലെയറിൽ വരുന്നത് ഫ്രെയിം ഹെഡർ കാണും, ഒരു ഫ്രെയിം ഫുഡർ കാണും. കാരണം നമ്മൾ ഡേറ്റ പ്യൂർ ഡേറ്റയുടെ ഫ്രണ്ടിലും ട്രെയിലറിലും ഒരു ഡേറ്റ ആഡ് ചെയ്യും. അതിനകത്ത് ഹെഡറും ഫുഡർ എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ലെയറിൽ യൂസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ഡേറ്റ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡേറ്റ ഉപയോഗിക്കുന്നു. അതിനൊരു IP ഹെഡർ കാണും. ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്പോർട്ട് ലെയറിൽ കണക്ഷൻ ഓറിയന്റഡ്, കണക്ഷൻ ലെസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. യൂസർ UDP, TCP/IP ഉപയോഗിക്കുന്നത്. TCP/UDP ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ആ പ്രോട്ടോകോളിന് ഒരു UDP ഹെഡർ ഉണ്ട്, UDP ഡേറ്റ ഉണ്ട്. ദെൻ പ്യൂർ ഡേറ്റ ഇൻ ആപ്ലിക്കേഷൻ ലെയറിൽ നമുക്ക് ലഭിക്കുന്നു. ഇതാണ് TCP/IPയുടെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രോട്ടോകോൾസ് യൂസ്ഡ് ഇൻ ഈച്ച് ലെയർസ്. കാരണം TCP/IP പ്യൂർലി ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ അത് കൂടുതൽ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ലിങ്ക് ലെയറിൽ, ബോട്ടം ലെയറിൽ ARP, RIRP, OSPF, then ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4, വേർഷൻ 6, NDP ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നത് ലിങ്ക് ലെയറിലാണ്. ഇന്റർനെറ്റ് ലെയറിൽ OSPF for ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 initially considered IP layer protocol since it runs per IP subnet but has been placed on the link since RFC. Then transport ലെയറിലാണ് TCP, UDP, DCCP, SCTL ഇതെല്ലാം പ്രോട്ടോകോൾസ് ആണ്. ഈ പ്രോട്ടോകോൾസ് RSVP
ഈ RSVP ഇങ്ങനത്തെ ICMP, IGMP ഇതെല്ലാം ഇങ്ങനത്തെ പ്രോട്ടോകോൾസ് എല്ലാം ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ദെൻ ആപ്ലിക്കേഷൻ ലെയറിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ടെൽനെറ്റ്, DNS, FTP, HTTP, HTTPS, SMTP, SNMT, POP, PPP ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്. കുറച്ച് പ്രോട്ടോകോൾസ് പഠിച്ചു വെക്കണം. ഓരോ ലെയറിൽ ഉപയോഗിക്കുന്ന 2-3 പ്രോട്ടോകോൾസ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. Why layering considered harmful? In the data networking context, structured layering implies that the functions of each layer are carried out completely before the protocol data event is passed to the next layer. This means that the optimization of each layer has to be done separately. Such ordering constraints are in conflict with the efficient implementation of data manipulation functions. ഏകദേശം TCP/IP OSI റെഫറൻസ് മോഡൽ മനസ്സിലായോ? TCP/IP OSI റെഫറൻസ് മോഡലും ഏകദേശം മനസ്സിലായോ? മനസ്സിലായി സാർ. നെറ്റ്വർക്ക് കണക്ഷന് ചെറിയ പ്രോബ്ലം വന്നു. ഞാൻ ഒന്ന് ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാമേ.
Next chapter, data transmission basics and transmission media. First chapter കഴിഞ്ഞു. നിങ്ങൾക്ക് TCP/IP OSI റെഫറൻസ് മോഡൽ ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി സാറേ. ഇതിൽ സംശയങ്ങളുണ്ടോ ചോദിക്കാം കേട്ടോ. സംശയങ്ങളുണ്ടോ? ഇല്ല. ക്ലിയർ ആയി? Yes, sir. Okay, then next is data transmission basics and transmission media. Data communication not only involves transfer of information but is successful only when the information is interrupted or correctly or intended to correctly receive the receiver. അല്ലേ? ഒരു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് സക്സസ് ആകുന്നത് പറയുന്നത്? എപ്പോഴാണ് നമ്മുടെ ഡേറ്റ സെക്യൂർ ആയിട്ട് റിസീവേഴ്സ് എൻഡിൽ എത്തുമ്പോൾ, സെൻട്രലിൽ നിന്ന് ഡേറ്റ സെക്യൂർ ആയിട്ട് റിസീവേഴ്സ് എൻഡിൽ എത്തുമ്പോൾ മാത്രമേ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഒരു ഫുൾ സ്വിംഗിൽ വർക്ക് ചെയ്തു അല്ലെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെ? ശരിയല്ലേ? അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഓക്കെ, സോ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ടെർമിനോളജി, ഒരു ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ ബേസിക്സ് ആയിട്ട് ഒരു 3-4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ഒരു 4-5 ടെർമിനോളജീസ്, അത് 4-5 അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈസ് ചാനൽ, medium, which medium we are selected for the communication. Channel is the medium used to transmit the information between sender and receiver. In other words, channel is the path through which the exchange of information between devices take place. Okay, channel എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മീഡിയം, നമ്മുടെ ആ ഒരു എന്ത് ചാനൽ കൂടിയാണ് ഡേറ്റ പോസിബിൾ ആക്കുന്നത്, അതിനാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. എത്ര ടൈപ്പ് ചാനൽ ഉണ്ടെന്ന് അറിയാമോ? Channels are mainly 2 categories. One is wired and another is wireless. In a metal wired channel, basically copper or aluminium, the electrons present within the metal carry the information. In fiber optics based guided medium, these all are the wired channels. Okay, fiber optics ആയാലും twisted pair ആയെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിനെ വയർഡ് ചാനൽ എന്നാണ് പറയുന്നത്. വയർലെസ് എന്ന് പറയുന്നത് എന്താണ്? വയേഴ്സ് ഇല്ലാതെ സ്പേസിൽ കൂടെ പാസ് ചെയ്യുന്നു അല്ലെ? ഇൻഫ്രാറെഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അൾട്രാ വയലറ്റ് അല്ലെങ്കിൽ റേഡിയോ എക്സ് അങ്ങനത്തെ റേസ് ആയിട്ടും അങ്ങനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സംഗതിക്കാണ് വയർലെസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി സാറേ. Then every channel has the channel capacity which limits its maximization data carrying capacity over a certain time period. Based on this type of information could be propagated through channel. The 2 types of channels used in data communication, namely, what are the 2 types of channels used in data communication? അറിയാമോ? One is analog and digital. The difference between analog and analog എന്താണ്? സൈൻ വേവ്സ് ആണ് അനലോഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ 0s and 1 സ്ക്വയർ വേവ്സ് ആയിരിക്കും. ഓക്കെ, then second characteristic is baud rate. What is mean baud rate? It is the unit of data transmission speed. How many unit data transmitted at a time from sender to receiver, from one point to another point. It is called baud rate. It is a unit of data transmission speed.
Symbol rate or modulation rate of a signal is measured in baud. Symbol rate is one of the elements considered to measure the data transmission speed of a data channel. Data channel speed is baud rate. Okay. The baud rate is related to bit rate. What is bit rate? How many bits has been transmitted in a single channel session? session. Single session. Okay. So bit rate is equal to baud rate into bits in a baud. ഒരു ബോർഡിനകത്ത് എത്ര ബിറ്റ്സ് ഉണ്ടോ അത് ഇൻറ്റു ബോർഡ് റേറ്റ് ആണ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ബിറ്റ് റേറ്റും ബോർഡ് റേറ്റും കൺഫ്യൂഷൻ ആവല്. ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് സ്പീഡാണ്. ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ്സ് എന്ത് ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ്. കാരണം ബിറ്റുകൾ കൂടുന്നതാണ് ബൈറ്റ് ആവുന്ന. ഈ ബൈറ്റുകളാണ് നമ്മൾ എന്റെ ബോർഡ് റേറ്റിന്റെ ഒരു ബേസിക് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. Then bandwidth. Another characteristic is bandwidth. What is mean bandwidth? Bandwidth. What is mean bandwidth? Bandwidth means it's a capacity. Capacity of the channel. How many data can be handled by the channel? That is bandwidth. Bandwidth is the data carry capacity of the channel or medium per unit time. ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു ചാനലിന് മാക്സിമം എത്ര ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു അതിനാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫോർ ദ ബസ് വിത്തിൻ എ കമ്പ്യൂട്ടർ ഓർ ദ ചാനൽ ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ബാൻഡ് വിഡ്ത്ത് ഓഫ് എ ചാനൽ ഈസ് ദ എമൗണ്ട് ഓഫ് ഡേറ്റ ഓർ സിഗ്നൽസ് transmitted in a time interval. Bandwidth of the channel depends on the length of the channel, media considered, and the signaling method used, etc. ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന നമ്മുടെ കപ്പാസിറ്റി അതിന്റെ ഒരു ഇത് പറയുന്നത് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. The bandwidth of digital devices is typically considered as number of bits per second, whereas expressed, what is the measurement of the bandwidth? ബാൻഡ്വിഡ്ത്തിന്റെ മെഷർമെന്റ് എങ്ങനെയാ നമ്മൾ പറയുന്നത്? How many bandwidth? Hertz. Yes, Megahertz. Yes. Kilohertz, megahertz, gigahertz. What is kilohertz? What is kilohertz? കിലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കിലോഹെർട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000. Yes, 10 raised to 10 raised to 10 raised to 3. Yes. That is called kilo. നമ്മൾ പറഞ്ഞ kilohertz എന്ന് പറയുന്നത്. So what is mean by megahertz? 10 raised to 6. Then what is mean by gigahertz? 10 raised to 9. 9. Kilo, mega, giga, പിന്നെ ടെട്ര, പെൻട്ര, ഒക്ട്ര, അങ്ങനെയാണ് പോകുന്നത്. അതെല്ലാം 10 raised to 3 കൂട്ടിയാൽ മതി. ഓക്കെ. Then last parameter is frequency. What is mean frequency? നമ്മൾ ഈ പറയുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷന്റെ പാരാമീറ്റേഴ്സ് ആ പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ചാനൽ, ദെൻ ബോർഡ് റേറ്റ്, ബിറ്റ് റേറ്റ്, then bandwidth, then last is frequency. Frequency means nothing but it is the number of signals handled per second. Okay. Frequency is the rate of repetition of an event per second of duration. Unit എന്നത് ഒരു സെക്കൻഡിൽ എത്ര സിഗ്നൽ പാസ് ചെയ്യുന്നു. ഫ്രീക്വൻസി ഈസ് എ റേറ്റ് ഓഫ് റെപ്പിറ്റീഷൻ ഓഫ് ആൻ ഇവന്റ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സിഗ്നൽ പാസ് ചെയ്യുന്നു ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി? Hertz. Very good. Hertz.
ഫ്രീക്വൻസി ഹെഡ്സ് വിച്ച് ഈസ് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ സിഗ്നൽ പാസ് ചെയ്യുന്നു. ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ദ ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ ഈസ് നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ബൈ എ സിംഗിൾ പെർ യൂണിറ്റ് ടൈം. Sometimes there is a confusion between period and the frequency. Period and frequency are exactly opposite of each other. Period is the defined as the minimum time in which a signal repeats itself and denotes as second per cycle, whereas frequency is the number of periods a signal complete. ആണ് പീരിയഡ്സിന്റെ ഫ്രീക്വൻസി വ്യത്യാസം. ഓക്കെ, മുമ്പേ പറഞ്ഞു എത്ര തരം സിഗ്നൽസ് നമുക്കുള്ള കമ്മ്യൂണിക്കേഷനിൽ എത്ര തരം സിഗ്നൽ ഉപയോഗിക്കുന്നത്? അനലോഗും ഡിജിറ്റലും ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ? അനലോഗ് സിഗ്നൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും? വയേർഡ് കമ്മ്യൂണിക്കേഷൻ. വയേർഡ് കമ്മ്യൂണിക്കേഷൻ അനലോഗ് സിഗ്നലിൽ കൂടുതലും നമ്മൾ ഇവിടെ ടെലിഫോൺ. യെസ്, ടെലിഫോണിൽ ഇപ്പൊ ഡിജിറ്റൽ ആയിട്ടുണ്ട്. ADSL ഒക്കെ ആയപ്പോൾ ഡിജിറ്റൽ ആയിട്ടുണ്ട്. പക്ഷെ നേരത്തെ ശരിക്കും ഈ ടെലിഫോൺസിൽ അനലോഗ് സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാണ് നമ്മൾ ഈ നേരത്തെ ഫോൺ നമ്മൾ ഡയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചു നേരം ഡിലേ വരുന്നതായിരുന്നു. നമ്മൾ ഒരു 7 ഡിജിറ്റ് നമ്പർ നമ്മൾ ഡയൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിലേ വരും. നമ്മൾ അത് ഫുൾ നമ്മളത് പ്രസ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞാണ് അത് റിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ ബീറ്റ് ടിക് 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 എന്ന സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ, അതിനാണ് അനലോഗ് സിഗ്നൽ. കാരണം അനലോഗ് ആയിരുന്നു. ഇപ്പം ടെലിഫോൺ ഡിജിറ്റലായി. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഫുൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ അനലോഗ് ആണ്. ഇലക്ട്രിസിറ്റി അനലോഗ് ആണ്. ഓക്കെ, then mode of data transmission, already we have discussed about that. Simplex and half duplex and full duplex നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി പറയണ്ടല്ലോ. സിംപ്ലക്സ് എന്ന് പറയുന്നത് എന്തോ വേണ്ട, അറിയാം. സിംപ്ലക്സ് എന്ന് പറയുന്നത് ഓൺലി വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ബട്ട് ഓൺലി 1 വേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ at the same time. Only 1 way communication is possible in a time. But in the case of full duplex, 2 way communication is possible in every time. Okay. Another way of communication is called serial communication and parallel communication. What is the difference between serial communication and parallel communication? എക്സാമ്പിൾ പറഞ്ഞാലും മതി. നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാക്കുന്നുണ്ട് സാർ. ഇങ്ങനെ പഠിപ്പിച്ചാൽ മതിയോ? ഇങ്ങനെ പഠിപ്പിച്ചാൽ മതിയോ? അതോ സ്പീഡ് കൂട്ടണോ? ഓക്കെ. what is mean by serial communication and parallel communication? എന്താണ് serial communication, parallel communication അറിയാമോ? ഇല്ല സാർ, ഇല്ല. സീരിയൽ കമ്മ്യൂണിക്കേഷൻ പാരലൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. നത്തിങ് ബട്ട് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1/1 കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നമ്മൾ ഹലോ അല്ലെങ്കിൽ വെൽക്കം എന്ന് പറഞ്ഞാൽ 10101110 8 ബിറ്റ് ഒരു ബൈറ്റ് നമ്മൾ പറയുമ്പോൾ അത് 11111 അങ്ങനെ ഓരോന്നും സീരിയലി പാസ് ചെയ്ത് പോകുന്നത്. ആദ്യം 0th ബിറ്റ് പോവും, ദെൻ ഫസ്റ്റ് ബിറ്റ് പോവും, ദെൻ സെക്കൻഡ് ബിറ്റ് പോവും, അങ്ങനെ 7th ബിറ്റ് വരെ പോകുമ്പോഴാണ് ഒരു ബൈറ്റ് പോകുന്നത്. അങ്ങനെ പോകുന്നതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ 8 ബിറ്റും ഒറ്റ ക്ലോക്ക് സൈക്കിളിൽ പാസ് ചെയ്ത് പോകും. പാരലൽ കമ്മ്യൂണിക്കേഷൻ 8 ബിറ്റും 8 ഡേറ്റയും ഒറ്റ ക്ലോക്ക് സൈക്കിൾ. കാരണം കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലോക്ക് സൈക്കിൾ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു ബീപ്പ് നമ്മുടെ മനുഷ്യൻ വർക്ക് ചെയ്യുന്ന ഒരു ഹേർട്ട് ബീറ്റ്സ് വെച്ചാണ് അല്ലേ? ഹേർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാവിങ് എ റിതം. ഒരു റിതം വെച്ചാണ് മനുഷ്യൻ വർക്ക് ചെയ്യുന്നത്, അല്ല മനുഷ്യന്റെ ഓരോ പ്രവൃത്തികളും നടക്കുന്നത്. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനും ഒരു ക്ലോക്ക് സിഗ്നൽസ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ആ ക്ലോക്ക് സിഗ്നലില് ഒരു സിംഗിൾ ക്ലോക്ക് സിഗ്നലില് സീരിയലി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ സിംഗിൾ ക്ലോക്ക് പൾസിൽ ഒരു ബൈറ്റ് ഫുള്ള് 8 ബിറ്റ് ഒറ്റ ക്ലോക്ക് സൈക്കിളിൽ പാസ് ചെയ്യുന്നതാണ് പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഓക്കെ. അനദർ മെത്തേഡ്, ഒരു മെത്തേഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐസോക്രണസ് കമ്മ്യൂണിക്കേഷൻ. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, ഐസോക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്നറിയാമോ? അത്
ഇല്ല സാറേ. ഒന്നുമില്ല. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ, പാരലൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡേറ്റ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ട്, സെറ്റ് ഓഫ് ബിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് സെയിം ക്ലോക്ക് പൾസിൽ തന്നെ, ഒറ്റ ക്ലോക്ക് പൾസിൽ തന്നെ സെൻട്രലിൽ നിന്ന് റിസീവറിലേക്ക് പാസ് ചെയ്യുന്ന സംഗതിക്കാണ് സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒറ്റ സിങ്ക്രണൈസേഷനിൽ ഡേറ്റ ഫുൾ പാസ് ചെയ്യുന്നു സെൻട്രലിൽ നിന്ന് റിസീവറിലേക്ക്. ഓക്കെ, അതാണ് സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ഇത് പല പാരലൽ തന്നെയാണോ, സെയിം ആണോ അത്? സെയിം. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷനും പാരലൽ കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ ഉപയോഗിക്കാറില്ല. സീരിയൽ കമ്മ്യൂണിക്കേഷനും പാരലൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ കൂടുതലും നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഈ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ സംഗതിക്കാണ് സീരിയൽ കമ്മ്യൂണിക്കേഷനും പാരലൽ കമ്മ്യൂണിക്കേഷനും ഉപയോഗിക്കുന്നത്. കാരണം സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പല സമയത്ത് നമുക്ക് ഡിലേ വരും. കാരണം സീരിയലായിട്ട് നമുക്ക് ഡേറ്റ ഒരുപാട് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് സ്റ്റക്കായി നമുക്ക് മുമ്പോട്ട് പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതലും കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനും ഐസോക്രണസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് ക്ലോക്ക് സൈക്കിൾസിലായിരിക്കും ഡേറ്റ സെന്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്നത്. ഒരേ ക്ലോക്ക് സൈക്കിളിൽ ഡേറ്റ സെന്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തത്തില്ല. അതായത് ഡിഫറെന്റ് ക്ലോക്ക് സൈക്കിൾസിലായിരിക്കും ഒരു ഡേറ്റ അല്ലെങ്കിൽ എ ചങ്ക് ഓഫ് ഡേറ്റ സെന്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? അതിനാണ് നമുക്ക് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഐസോക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പോസിബിൾ ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലോക്ക് സൈക്കിൾസ് തന്നെ സെൻട്രലിൽ നിന്ന് റിസീവറിലേക്ക് എത്തും. പക്ഷെ അടുത്ത ഒരു ഇൻസ്റ്റൻസിൽ ഇത് പലപ്പോഴും ഈ പറഞ്ഞ സെയിം ക്ലോക്ക് സൈക്കിളിൽ എത്തത്തില്ല. അതായത് സിങ്ക്രണസിന്റെ അസിങ്ക്രണസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നു. ആദ്യം ഒരെണ്ണം നമ്മൾ സെയിം ക്ലോക്ക് പൾസിൽ പോയി, പക്ഷെ അടുത്തത് വരുമ്പോഴത്തേന് സെയിം ക്ലോക്ക് പൾസിൽ പോകത്തില്ല. സിങ്ക്രണസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്നതിനാണ് അസിങ്ക്രണസ് ലെറ്റർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതിനകത്ത് നമുക്ക് ഈ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ബിറ്റ്, സ്റ്റോപ്പ് ബിറ്റ്, പാരിറ്റി ബിറ്റ്, എക്സ്ട്രാ ബിറ്റ്, സീറോ ബിറ്റ്, അങ്ങനത്തെ നമുക്ക് കുറെ ബിറ്റുകളുണ്ട്. നമ്മൾ ഈ നമുക്ക് ഡേറ്റ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ബിറ്റ്, ഇറ്റ് എനേബിൾസ് ദ റിസീവർ ടു സിങ്ക്രണസ് ഇറ്റ്സെൽഫ് വിത്ത് ദ ഫ്രെയിം. അതായത് സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ, എസ്റ്റാബ്ലിഷ് രണ്ട് കണക്ഷൻ, സെൻഡർ ടു റിസീവറിന്റെ കണക്ഷൻ സിങ്ക്രണസ് ആയോ, ഓക്കെ ആണോ എന്നുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്നതാണ് സ്റ്റാർട്ട് ബിറ്റ്. ഡേറ്റ ബിറ്റ് ഉദ്ദേശിക്കുന്ന ഡേറ്റ, പ്യൂർ ഡേറ്റ. Then parity bit ഉദ്ദേശിക്കുന്നത് it is optional to use and is used to handle error. ഇതിനകത്ത് എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ പാരിറ്റി ബിറ്റ് റിസീവർ എൻഡ് വരുന്ന ഉടനെ 0 ആയിരുന്ന പാരിറ്റി ബിറ്റ് 1 ആവും. അപ്പൊ 0 ആവുന്ന പാരിറ്റി ബിറ്റ് 1 ആവും. നമുക്ക് റിസീവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഈ ഡേറ്റയ്ക്ക് എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്യുന്നതാണ് പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ബിറ്റ് ഉണ്ട്. സ്റ്റോപ്പ് ബിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡേറ്റ കഴിഞ്ഞു, ഇനി ഡേറ്റ ഇല്ല, ഇതുകൊണ്ട് ഡേറ്റ തീർന്നു എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് ബിറ്റ്. ഇങ്ങനത്തെ സ്റ്റാർട്ട് ബിറ്റ്, സ്റ്റോപ്പ് ബിറ്റ്, ഡേറ്റ ബിറ്റ്, പാരിറ്റി ബിറ്റ്, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഈ സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ആൻഡ് ഐസോക്രണസ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ട്. ഓക്കെ, ഡിഫറൻഷിയേറ്റിംഗ് സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ and asynchronous communication. In synchronous communication, data is transmitted as frames or blocks, but in the case of asynchronous communication, data is transmitted as characters or bytes. In the case of synchronous transmission, rate is faster, but in the case of asynchronous transmission rate is slower. Synchronous transmission എപ്പോഴും ഈ ട്രാൻസ്മിഷൻ റേറ്റ് ഫാസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഒറ്റ ക്ലോക്ക് പൾസിൽ തന്നെ ഡേറ്റ ഫുൾ അങ്ങ് പാസ് ചെയ്യുവാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അസിങ്ക്രണസ് ട്രാൻസ്മിഷൻ ഡേറ്റ മൂവ്മെന്റ് ഈസ് slower compared to the synchronous communication. Okay, in the case of asynchronous communication it is expensive, but in the case of asynchronous communication it is economical. The time interval between blocks is constant in the case of synchronous communication.
but the intervals is random in the case of asynchronous communication. It is regulated by an external clock signal also shared with the receiver. That is in the case of synchronous communication, but no need to synchronize the clock as start and end bit are used. അതായത് ഇങ്ങനത്തെ ഒരു എക്സ്റ്റേണൽ ഒരു ഡിവൈസ് വെച്ച് നമുക്ക് ക്ലോക്ക് പൾസിനെ മെഷർ ചെയ്യേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ അസിൻക്രണസിന് ഇല്ല. കാരണം അസിൻക്രണസ് എന്ന് പറഞ്ഞാൽ പല ക്ലോക്ക് പൾസിലാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. മാത്രമല്ല സ്റ്റോപ്പ് ബിറ്റും സ്റ്റാർട്ട് ബിറ്റും ഡേറ്റ ബിറ്റും പാരിറ്റി ബിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഡിവൈസസിന്റെ ആവശ്യമില്ല. അതൊന്ന് പഠിച്ചോണം കേട്ടോ. ഓക്കെ സാർ. അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡിഫറൻസ് പറഞ്ഞാൽ ഇൻ അനലോഗ് കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂസ് സിഗ്നൽ റെപ്രസെന്റിംഗ് റിയൽ ടൈം മെഷർമെന്റ്, but in the case of digital signal, time separated signal generated by digital modulation. What is a modulation? Data strengthen ചെയ്യുക. Data strengthen ചെയ്യുന്ന modulation എന്ന് പറയുന്നത്. Sine wave is used for the analog communication, but a zeros and ones is used for the digital representation. Analog signal can represent continuous range of values. Discrete values can be represented in the digital signal. Okay. അതെന്താ അവർ ഉദ്ദേശിക്കുന്നത് അറിയാമോ? അനലോഗ് സിഗ്നലിനകത്ത് എപ്പോഴും ഒരു ക്രഫും ഒരു ട്രംപും കാണും. പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും, പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും, അങ്ങനെ ആയിരിക്കും അനലോഗ് സിഗ്നൽ പോകുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽ എപ്പോഴും 1 0 1 0 1 0 എന്നല്ല പോകുന്നത്. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ 1 1 1 0 0 1 0 0 0 1 1 1 1 അങ്ങനെ പോകും. അതാണ് ഡിജിറ്റൽ സിഗ്നലിന്റെ പ്രത്യേകത. മനസ്സിലായോ? Data produced by light sensor, FM radio, temperature sensor, etc. are analog nature. And the case of compact drives, digital video disc, and computers, etc. are called digital signals. Then bandwidth of the analog signal is low. Bandwidth of the digital signal is high. Okay. Then analog signal over the distance, analog signal is distributed by noise. What is mean noise? നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഡേറ്റയുടെ കൂട്ടത്തിൽ കയറി വരുന്ന അൺവാണ്ടഡ് സിഗ്നൽസ് ആണ് നോയ്സ് എന്ന് പറഞ്ഞാൽ. ഡേറ്റയുടെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമില്ലാതെ കയറി വരുന്ന അൺവാണ്ടഡ് സിഗ്നൽസ് ആണ് നോയ്സ് എന്ന് പറയുന്നത്. ഈ അനലോഗ് സിഗ്നലിനകത്ത് നോയ്സ് പോസിബിലിറ്റി കൂടുതലാണ്. ഒരുപാട് നോയ്സുകൾ അനലോഗ് സിഗ്നലിൽ കയറി വരാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽസിൽ നോയ്സ് കുറവാണ്. Analog signal is best suited to transmit video and audio data, but most of the computing devices works on digital signals. Analog signal is prone to observational errors, and in the case of digital signal is not prone to observational errors. Analog signal represent the complete range taken by signal. Digital signal represent the values with the finite limited number. Okay. What are the impairments of the transmission? What are the drawbacks? What are the hazards of the transmission? എന്താണ് നമ്മൾ ട്രാൻസ്മിഷൻ, അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ്, ഇമ്പയർമെന്റ്സ്. ഫസ്റ്റ് ഈസ് അറ്റ്യൂണിയേഷൻ. വാട്ട് ഇസ് മീൻ അറ്റ്യൂണിയേഷൻ? Attenuation is a loss of the data, loss of the energy over the distance due to resistance of the medium is termed as attenuation. അതായത് ലോങ് ഡിസ്റ്റൻസിൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ ആ മീഡിയത്തിന്റെ ഒരു റെസിസ്റ്റൻസ് കൊണ്ട് പലപ്പോഴും ഡേറ്റ നമുക്ക് ലോസ് സംഭവിക്കും. അങ്ങനത്തെ ലോസ് സംഭവിക്കുന്ന ഒരു പ്രോസസ്സിനാണ് അറ്റന്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ട്രാൻസ്മിഷന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഓക്കെ, അടുത്തത് ഡിസ്റ്റോർഷൻ. വാട്ട് ഈസ് മീൻ ഡിസ്റ്റോർഷൻ? ഡിലേ ഡിസ്റ്റോർഷൻ ഈസ് സം ചേഞ്ച് ഇൻ ദ ഒറിജിനൽ. അതായത് നമ്മുടെ ഡേറ്റയ്ക്ക് ഡിലേ അല്ലെങ്കിൽ ചേഞ്ച് സംഭവിക്കുന്നു. ഡിലേ മീൻസ് അത് ഡിലേഡ് ആവുന്നു, അത് സമയത്ത് എത്തിച്ചേരുന്നില്ല. സമയത്ത് എത്തിച്ചേരാത്തത് ഒരു ഡ്രോബാക്ക് ആണ്. പിന്നെ ആ ഡേറ്റയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നു, മാനിപ്പുലേഷൻ അല്ലെ മോഡിഫിക്കേഷൻ,
കറക്ഷൻ സംഭവിക്കുന്നു. ഇതിനാണ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റോർഷൻ ഈസ് സം ചേഞ്ച് ഇൻ ദ ഒറിജിനൽ സെൻഡറിന്റെ അടുത്ത് നിന്ന് പോകുന്ന ഡേറ്റ അല്ല റിസീവറിൽ എത്തിയത്. In data communication, data is transmitted with a range of frequencies known as the bandwidth of the channel. In general, delay distortion is observed in complex or composite signals. Okay. Then final impairment is to noise. Like I already mentioned noise. Noise means the extra signals. Noise includes all signals other than the signal transmitted by the source or transmitter. അതായത് ഒറിജിനൽ സിഗ്നൽസ് അല്ലാതെ ആ സിഗ്നൽസിന്റെ കൂട്ടത്തില് ഉൾപ്പെട്ട് പോകുന്ന, ഇപ്പൊ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈനിൽ കൂടി ഡേറ്റ പാസ് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ നോയ്സസ്, എക്സ്ട്രാ ഡേറ്റ ഇടയ്ക്കുന്ന് കയറുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ ഡേറ്റ എന്തെങ്കിലും ആഡ് ചെയ്ത് ഒറിജിനൽ ഡേറ്റ സെൻട്രലിൽ നിന്ന് അയച്ച ഡേറ്റ അല്ലാതെ എക്സ്ട്രാ ഡേറ്റ വരുന്ന സംഗതിക്കാണ് നോയ്സ് എന്ന് പറയുന്നത്. Noise includes all signals other than the signal transmitted by the source or transmitter. During transmission, many types of noise like സാറിന്റെ ഓഡിയോ പോയിട്ടുണ്ട്. കേട്ടില്ലേ പറയുന്നേ? ഇടയ്ക്ക് കട്ടായി പോയി സാറേ. സോറി, എവിടെ തൊട്ട് കേൾക്കാത്ത? നോയ്സുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്. നോയ്സ് എന്ന് പറയുന്നത് ഒരു അൺവാണ്ടഡ് സിഗ്നൽസ് ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ കയറി വരുന്നത്. ഇപ്പൊ നമ്മൾ സെൻട്രലിൽ നിന്ന് ഒരു ഡേറ്റ അയച്ചു റിസീവറിലേക്ക് എത്തുമ്പോൾ സെൻട്രലിൽ നിന്ന് അയച്ച ഡേറ്റ കൂടാതെ അൺവാണ്ടഡ് സിഗ്നൽസ് കയറി വരുന്ന സാധനമാണ് നോയ്സ് എന്ന് പറയുന്നത്. നോയ്സ് ഇൻക്ലൂഡ്സ് ഓൾ സിഗ്നൽസ് അതർ ദാൻ ദ സിഗ്നൽ ട്രാൻസ്മിറ്റഡ് ബൈ ദ source or transmitter. During transmission, many types of noise like thermal noise, induced noise, impulse noise, and crosstalk noise may mix with the original signal. It is called noise. Okay. Thermal noise, when the potential difference is applied across a wire, electrons come into random motion. These all are called generating an extra signal is called thermal noise. Induced noise, sometimes you might have experienced the sound distortion in the speakers and placed into the near vicinity of a mobile. That is called induced noise. നമ്മൾ പല സമയത്ത് മൊബൈലിന്റെ സിഗ്നൽ വരുന്ന സ്ഥലത്ത് നമ്മുടെ സ്പീക്കറിനോ അല്ലെങ്കിൽ നമ്മുടെ മൈക്രോഫോണിനോ ഡിസ്റ്റോർഷൻ വരത്തില്ലേ? അതാണ് ഇൻഡ്യൂസ്ഡ് നോയ്സ് എന്ന് പറയുന്നത്. ദ ഇമ്പൾസ് നോയ്സ്, സംടൈംസ് ഡ്യൂറിംഗ് ദ ട്രാൻസ്മിഷൻ ദ സിഗ്നൽ മേ എക്സ്പീരിയൻസ് എനർജി ഓർ വോൾട്ടേജ് സ്പൈക്സ്. ഒരു പെട്ടെന്നൊരു ലാർജ് സിഗ്നൽ കയറി വരുന്ന സംഗതിക്കാണ് ഇമ്പൾസ് നോയ്സ് എന്ന് പറയുന്നത്. ദെൻ ക്രോസ്റ്റാക്ക് നോയ്സ് ഈസ് ദ ഇന്റർഫിയറൻസ് ഓഫ് വൺ വയർ വിത്ത് ദ അതർ. അതായത് ക്രോസ്റ്റാക്ക് വോയിസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വയറിന്റെ അടുത്തു കൂടെ വേറൊരു വയർ പാസ് ചെയ്താൽ ഒരു വയറിൽ കൂടെ ഡേറ്റ പോകുമ്പോൾ അപ്പുറത്തെ വയറിലോട്ട് ഈ ഡേറ്റ അതിന്റെ ഇടയ്ക്കത്തെ ആ മീഡിയം, ഇടയ്ക്കത്തെ ആ ഒരു ഡൈലക്ട്രിക്കിന്റെ ഒരു അഫക്റ്റ് കൊണ്ട് അപ്പുറത്തെ ചാനലിലേക്ക് ഒരു ഡേറ്റ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതാണ് ക്രോസ് ടോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇന്റർഫിയറൻസ് ഓഫ് one wire with the other. When two wires come into nearby vicinity of each other, signals in one affect the signals of other. It is called the crosstalk noise. For example, it is often observed that during conversation or telephone chat of another conversation is heard. It is due to the crosstalk noise between the two wires. Okay. Then what is going to be a delay? What is going to be a delay? What is going to be a delay? കേൾക്കാമോ? കേൾക്കാം സാർ. അതായത് സെൻട്രലിൽ നിന്ന് റിസീവറിലേക്ക് എത്താൻ എടുക്കുന്ന കൂടുതലായിട്ട് അധികമായിട്ട് എടുക്കുന്ന ടൈം. വെരി ഗുഡ്. അധികമായിട്ട് എടുക്കുന്ന ടൈമില്ല ഡിലേ എന്ന് പറയുന്നത്. ഡിലേ എന്ന് പറയുന്നത് നമ്മള് ഒരു ഡേറ്റ നമ്മൾ സെൻട്രലിൽ നിന്ന് അയച്ചു, അത് റിസീവറിലേക്ക് അയക്കുന്നു. ഈ ഡേറ്റ നമ്മൾ പറയുന്ന സമയത്ത് റിസീവറിൽ എത്തിയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ, ഇല്ലേ? നമ്മൾ പറയുന്ന സമയത്ത് എത്തിയില്ല, പിന്നെ മണിക്കൂറുകൾക്ക് ശേഷം ആ ഡേറ്റ എത്തിയതെങ്കിൽ ആ ഡേറ്റയ്ക്കകത്ത് ലോസ്റ്റോ അല്ലെങ്കിൽ തെഫ്റ്റോ അല്ലെങ്കിൽ
മോഡിഫിക്കേഷൻ ഒന്നും നടന്നില്ലെങ്കിൽ പോലും മണിക്കൂറുകൾക്ക് ശേഷം ആ ഡേറ്റ അവിടെ എത്തുന്നെങ്കിൽ ആ ഡേറ്റ അവിടെ പ്രയോജനമില്ല. ആ കമ്മ്യൂണിക്കേഷൻ ചാനല് ഫോൾട്ടിയാണ്. ആ കമ്മ്യൂണിക്കേഷൻ ചാനല് ബെറ്റർ ആണ്, ബെസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇങ്ങനെ വരുന്ന താമസം, ഇങ്ങനെ വരുന്ന ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു തരത്തിലുള്ള ഒരു ആ ചാനലിന് സംഭവിക്കുന്ന ഒരു ചെറിയൊരു ടെമ്പററി ബ്ലോക്ക്, അതിനാണ് ഡിലേ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് ഡിലേ, ദി എമൗണ്ട് ഓഫ് ടൈം ടേക്കൻ ടു റീച്ച് എ പാക്കറ്റ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഈസ് ടേംഡ് ആസ് ഡിലേ. ഡിലേ is one of the major factors in networking considered for evaluation of quality of service of a system. Quality of service QoS ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു QoS മെഷർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ ആണ് ഡിലേ. Delay is considered as a performance evaluation parameter of network algorithm like flow control and routing. A packet has TTL, time to leave value. On expiry of the packet will be dropped by router. If the delay is more than GTL, the packet will be dropped and transmission is required. Therefore, a delay is distinguished for data transfer. There are mainly two types of delays are transmission delay and propagation delay. Transmission delay is a time taken to put a packet on the channel or link. Transmission delays depend on the link capacity or the link bandwidth and data size to be transmitted. Aதாவது it is a time taken to put the packet on the channel or link. Transmission delay എന്ന് ഉദ്ദേശിക്കുന്നത് at the time of transmission സമയത്ത് സംഭവിക്കുന്ന ഡിലേ ആണ് transmission delay. It is a time taken to put the packet on the channel or link. അതാണ് ട്രാൻസ്മിഷൻ ഡിലേ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് ഉദ്ദേശിക്കുന്നത് അത് മൂവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഡിലേക്കാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഡാറ്റ സിഗ്നൽ ട്രാവൽ ത്രൂ ചാനൽ ഓവർ ലോങ് ഡിസ്റ്റൻസ് ഇൻ ദ ഇന്റർനെറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ കമ്പ്യൂട്ടർ to local internet service provider to satellite or another ISP station to destination computer. At that time, the delay will happen is called propagation delay. കാരണം ഒരു മീഡിയത്തിൽ കൂടെ കയറി ഇറങ്ങി അടുത്ത മീഡിയത്തിലോട്ട് എത്താൻ വേണ്ടി സംഭവിക്കുന്ന ഡിലേക്കാണ് propagation delay എന്ന് പറയുന്നത്. ഓക്കെ,